വൺ ചർച്ച് വൺ കുർബാന എന്നുള്ള മൂവ്മെൻറ്റിലെ എല്ലാ അംഗങ്ങളെയും, അതുപോലെ തന്നെ നമ്മുടെ സുറിയാനി സഭയിലെ എല്ലാ അംഗങ്ങളും അറിയുന്നതിനായിട്ടും, പ്രത്യേകിച്ച് നമ്മുടെ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും അറിയുന്നതിന് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഒന്ന്, പല ഗ്രൂപ്പുകളിലുണ്ടായാലും നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ്. അതുകൊണ്ടാണ് ലൂക്കയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 49-ാം വചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾക്കെതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. യോഹന്നാൻ പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. യേശു പറഞ്ഞു, അവനെ തടയേണ്ട, എന്തെന്നാൽ നിങ്ങൾക്കെതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ്. പിന്നെ നമ്മളാരും സ്വാർത്ഥപരമായിട്ട് ഇതിൽ നിന്ന് എടുത്ത് വീട്ടിലേക്ക് അടിച്ചു മാറ്റാൻ ആഗ്രഹിക്കാത്തവരാണ്. നമ്മൾ സഭയെ രക്ഷിക്കാൻ, നമ്മളുടെ വിശ്വാസ സത്യങ്ങളെ നമുക്ക് പോരാടി ആ സത്യങ്ങളെ പിടിച്ചു നിർത്താൻ, നമ്മുടെ ആത്മാവിന് വേണ്ടുന്ന കൂദാശ ലഭിക്കാൻ, ഇതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഈ സമരം ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ ഒരേ ലക്ഷ്യത്തിലേക്ക്, ഈ ഒരു ലക്ഷ്യമുള്ളവരെല്ലാവരും ഒരുമിക്കുമ്പോൾ സഭയിലെ 98.9% ആൾക്കാരും നമ്മളുടെ കൂടെ തന്നെയാണ്. അത് ഒരു സത്യം. രണ്ടാമത്തേത്, ഈശോ ഫരിസേയരെ നോക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ആ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഈ തരുണത്തിൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 37 മുതൽ 54 വരെയുള്ള വചനങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ച് ആവശ്യമുള്ളത് നമുക്ക് എല്ലാവർക്കും ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. കാരണം ഈ കാലഘട്ടം ഈ വചനത്തിലൂടെയാണ് പോകുന്നത്. അല്ലെങ്കിൽ 47 തൊട്ട് ഞാനൊന്ന് വായിക്കാം. നിങ്ങൾക്ക് ദുരിതം, എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് നിങ്ങൾ കല്ലറകൾ പണിയുന്നു. അങ്ങനെ നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ സാക്ഷ്യവും അംഗീകാരവും നൽകുന്നു. എന്തെന്നാൽ അവർ അവരെ കൊന്നു, നിങ്ങളോ അവർക്ക് കല്ലറകൾ പണിയുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ജ്ഞാനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരെയും അയക്കും. അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തത്തിൽ, ആബേൽ മുതൽ ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ട സക്രിയ വരെയുള്ളവരുടെ രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും. അതെ, ഞാൻ പറയുന്നു, ഈ തലമുറയോട് അത് ആവശ്യപ്പെടും. നിയമജ്ഞരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വിജ്ഞാനത്തിന്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു, നിങ്ങളോ അകത്ത് പ്രവേശിച്ചില്ല. പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. അവൻ അവിടെ നിന്ന് പോകവേ നിയമജ്ഞരും ഫരിസേയരും കോപാകുലരായി പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ അവനെ പ്രേരിപ്പിക്കുകയും അവൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കുവാൻ തക്കം നോക്കുകയും ചെയ്തു. അപ്പം ഈ വചനത്തിൽ പറയുന്നത് പോലെ ഫരിസേയരുടെ ഈ മനോഭാവമാണ് ഇപ്പോൾ നമ്മളുടെ നേതാക്കന്മാരിൽ നമ്മൾ കാണുന്നത്. അതായത് അവർ കടക്കുകയുമില്ല, അവർക്ക് അതിനുള്ള വിശ്വാസമില്ല, എന്നാൽ നമ്മളെ ഒട്ട് കടത്തി വിടുകയുമില്ല. ഈ കാര്യങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഈ നിമിഷത്തിലാണ് നമ്മളെല്ലാവരും നമ്മളുടെ വിശ്വാസത്തിന് വേണ്ടി ഉണർന്ന് പടപൊരുതേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വിശ്വാസത്തിനെ കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് ശക്തമായിട്ട് പടപൊരുതണം. അതിനായിട്ട് എല്ലാ ഇടവകളിൽ നിന്നും ഒരുമിക്കണം. കാരണം നമ്മളുടെ ആത്മാവിൻ്റെ ഭക്ഷണം തരാതെ നമ്മളെ ശവപ്പെട്ടിയിലേക്ക് കയറ്റുക എന്നുള്ള വലിയ ഒരു തിന്മയാണ് നമ്മുടെ നേതാക്കന്മാർ നമ്മളോട് ചെയ്യുന്നത്. നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്നവർ, പ്രത്യേകിച്ച് പാമ്പ്ലാനി പിതാവും ഇടയന്ദ്രത്ത് പിതാവും എല്ലാത്തിനും ഇവർ കൂട്ട് നിന്നുകൊണ്ട് ശക്തമായിട്ട് ആലഞ്ചേരി പിതാവിനെ മാറ്റുകയും അങ്ങനെ സഭയിലുണ്ടായിരുന്ന ആത്മീയത ഇല്ലാതാക്കുകയും തുടർന്ന് മറ്റുള്ളവരെ ഏത് തോന്നിവാസം, ഈവൻ കൊല്ലാൻ പോലും ഇവർ മടിക്കില്ല. ഇപ്പോഴും എനിക്ക് പല കാര്യത്തിലും സംശയമുണ്ട്. അപ്പം അതുപോലെ തന്നെ ആരൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നു അവരെയൊക്കെ പീഡിപ്പിച്ച് ചീത്തപ്പേരുണ്ടാക്കി ഇല്ലാ വചനങ്ങൾ പറഞ്ഞ് അവരെ എല്ലാം വീട്ടിലിരുത്തി അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ കയറ്റി അയക്കുന്ന പ്രക്രിയയിലേക്ക് വിപന്നന്മാരും അതിനെ നയിക്കുന്ന പിതാക്കന്മാരും ചെയ്യുന്നില്ലേ? നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും എത്ര പേര് നമ്മുടെ കൂട്ടത്തിൽ മരിച്ചുപോയി. ആലോചിക്കുക.
എത്ര പേര് പെടാപ്പെട്ട മരണം മരിച്ചു. അപ്പം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് ബാക്കി ജീവിച്ചിരിക്കുന്നവരെ ഏതൊക്കെ വിധത്തിൽ പീഡിപ്പിക്കാമോ ആ വിധത്തിലൊക്കെ നാമാവശേഷമാക്കാനും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഒരു സാത്താനും ദൈവവും തമ്മിലുള്ള യുദ്ധമാണ്. ഇത് നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ളൊരു യുദ്ധമാണ്. അതിലേക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കട്ടെ. ആരും തന്നെ മാറി നിൽക്കുന്നില്ല. എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ്. അതിനുവേണ്ടി പടപൊരുതുക. കഴിഞ്ഞ കാലഘട്ടത്തിൽ എത്ര പേര് നമ്മളിൽ നിന്നും വിട്ടുപോയി, അച്ഛന്മാരടക്കം. നമ്മളുടെ കൂട്ടത്തിൽ വളരെ കുറച്ച് അച്ഛന്മാരെ ധൈര്യത്തോടെ നട്ടലോടെ നിൽക്കുന്നുള്ളൂ. അവർക്കൊക്കെ മുഖത്തടിക്കുന്നത് പോലെയുള്ള പ്രവൃത്തികൾ ഇവർ ചെയ്യുന്നുകൊണ്ട് നേതാക്കന്മാർ അതിനെക്കുറിച്ച് യാതൊരു ആകുലതയുമില്ല. അതുകൊണ്ട് തന്നെ ശക്തന്മാരായ ദൂതന്മാരെ അയച്ചുകൊണ്ട് ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. കാരണം ഈ യുദ്ധം നമുക്ക് മാംസരക്തത്തിനോടല്ല, പക്ഷേ ഈ ലോകത്തിൻ്റെ അധിപന്മാരോടാണ്, സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളോടാണ്. ഈ യുദ്ധം പടിയറപ്പിതാവിൻ്റെ കാലത്തിന് മുൻപേ തുടങ്ങിയതാണ്. അത് നമ്മളുടെ ഈ തലമുറയിൽ വെച്ചെങ്കിലും അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുമിക്കുക. നമ്മളുടേതായ നമ്മളെ ഓരോ കൂതാശ തന്ന് വളർത്തിയ ബസ്ലിക്കയിൽ തന്നെയായിരിക്കട്ടെ നമ്മളുടെ യുദ്ധത്തെ. അതുകൊണ്ട് തന്നെ മീവൽ പക്ഷിക്ക് കൂട് കൂട്ടാൻ ദൈവം അൾത്താരയിൽ ഒരു സ്ഥലം കൊടുത്തു. നമുക്ക് നമ്മുടെ ദൈവാലയത്തിൽ, നമ്മുടെ പിതാവിൻ്റെ ഭവനത്തിൽ നമുക്ക് ഇരുന്ന് നമ്മളുടെ ആവശ്യങ്ങൾ പറയാനും പ്രാർത്ഥിക്കാനും ദൈവം ഒരു അവസരം തന്നിരിക്കുന്നതാണ്. ഇത് പ്രാർത്ഥനാരൂപിയിലൂടെ നമുക്ക് ഈ ക്രിസ്മസിൽ നമ്മൾ പടപൊരുതണം. നമ്മളുടെ സഭയ്ക്ക് വേണ്ടി, നമ്മളുടെ വിശ്വാസത്തിന് വേണ്ടി ശക്തമായ കൂതാശകൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി, അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മളുടെ ഈ സമരം മുന്നോട്ട് പോകട്ടെ. അതിനായിട്ട് എല്ലാ രൂപതകളിൽ നിന്നും എല്ലാവരും ഒരുമിക്കണം. വിശ്വാസത്തിന് വേണ്ടിയുള്ളൊരു പോരാട്ടമായിട്ട് വെളിപാട് 12:15-17 ഉൽപ്പത്തി 3:15 നിന്നുകൊണ്ട് നമുക്ക് ഈ പടപൊരുതാനായിട്ട് ദൈവത്തിൻ്റെ തിരുരക്തത്തിൻ്റെ ആ വലിയ തിരുരക്തത്തിൻ്റെ അഭിഷേകം, തിരുരക്തത്തിൻ്റെ ശക്തി നമ്മളുടെ മേൽ ഉണ്ടാകട്ടെ. എഫെസസ് 1:7 നമ്മളുടെ മേൽ ദൈവം ആ ഒരു വലിയ ശക്തി തന്നെ തരട്ടെ. നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ മുൻപിൽ ആരാധിക്കാനും കുമ്പിടാനും നമ്മുടെ ആവശ്യങ്ങൾ പറയാനും ബസ്ലിക്ക പള്ളി തന്നെ നമുക്ക് ദൈവം തുറന്നു തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ ശക്തിയും തുണയും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് സ്വന്തം ലാലി ചേച്ചി.